ബിന്ദു മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ സ്വന്തം ശബ്ദമായ മലയാള ജാലകത്തിന്റെ മറ്റൊരു എപ്പിസോഡിലായിട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ഒപ്പം തന്നെ വളരെയധികം ഒരു പ്രത്യേകമായ ഒരു മനസ്ഥിതിയോട് കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ ഒരു അതിഥിയെ പരിചയപ്പെടുത്തുന്നത്. ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന്, നമ്മുടെ സ്വന്തം മണ്ണിൽ നിന്ന് ഇവിടെ എത്തിയ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായിക മിൻമിനി മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. താങ്ക് യു. നമുക്ക് ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കറിയാം മിൻമിനി ഇവിടെ വന്നിരിക്കുന്നത് വിക്ടോറിയൻ ഡോക്ടേഴ്സ് അസോസിയേഷൻ നടത്തുന്ന ഒരു ഫണ്ട് റൈസിങ് പ്രോഗ്രാം നവംബർ 22 വില്യംസ് ടൗൺ ടൗൺ ഹാളിൽ വെച്ച് 6 മണി തുടങ്ങിയാണ്. നമ്മൾ നല്ല നല്ല ഗാനങ്ങളുമായിട്ട് ആ ഒരു ടീം അടക്കം നമുക്ക് ഫണ്ട് റൈസിങ് ചെയ്യാനായിട്ട് മിൻമിനി ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഞങ്ങൾ ഓസ്ട്രേലിയയിൽ മെൽബണിൽ ഇവിടെ എത്തിയതിൽ വളരെയധികം സന്തോഷം. ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ചെറുപ്പത്തിലെ നമ്മൾ ചെറിയ ഘട്ടങ്ങളിൽ തന്നെ റോജ വളരെ മനോഹരമായിട്ട് എല്ലാ ഹൃദയങ്ങളിലും ഓടി നടക്കുന്ന ആ ശബ്ദം തൊട്ടാണ് മിൻമിനി എന്നുള്ളൊരു ഗായികയെ എല്ലാവരും തന്നെ അറിയുന്നത്, തിരിച്ചറിഞ്ഞു വന്നത്. കുറെ അതിനു മുമ്പേ ഒത്തിരി നാളുകളിൽ ആ ഒരു സംഗീതം മനസ്സിലും അതോടൊപ്പം തന്നെ നമ്മുടെ കലാരംഗത്തും ഒപ്പം പല വേദികളിലും സിനിമകളിലൊക്കെ ഉണ്ടെങ്കിലും ആ റോജയാണ് ഞങ്ങളെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഞാൻ എന്താ പറയാ, എൻ്റെ ഒരു പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ പതിരവായി ആ പാട്ടാണ് പാടാൻ എനിക്ക് അറിയില്ലെങ്കിലും നമ്മൾ പറയില്ല, നമ്മുടെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് റോജയേക്കാൾ അധികം പാടിയിട്ടുള്ളത് ആ പാട്ടാണ്. അതെ അതെ. അപ്പം ഞാൻ തുടങ്ങുന്ന ഒരു ഇത് നമ്മുടെ ശ്രോതാക്കള് എല്ലാവരും തന്നെ കേൾക്കാനായിട്ട് ഇങ്ങനെ കൊതിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പം മിൻമിനിയുടെ കഥ ആർക്കും തന്നെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല, ഒത്തിരി പേർക്ക് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് മിൻമിനിയുടെ ഹൃദയത്തിൽ നിന്ന് അറിയേണ്ട കാര്യം, എവിടെ നിന്നാണ് ആ ഒരു സംഗീതം എന്ന സംഗീതത്തോടുള്ള ഒരു സ്നേഹം ആരംഭിച്ചത്? അതെൻ്റെ വീട്ടിൽ നിന്ന്. അപ്പച്ചൻ, അമ്മച്ചി, എൻ്റെ 3 ചേച്ചിമാര്, അമ്മച്ചിയുടെ ഫാമിലി, അപ്പച്ചൻ്റെ ഫാമിലി, എല്ലാവരും പാട്ട് ഇഷ്ടമുള്ളവരും പാടുന്നവരും വേറെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്നവരും ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് സംഗീതം കിട്ടിയത്. അത് പഠിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു എന്താ പറയാ, കലയല്ല അത്. ആ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നു ജനിക്കുന്നതിന് മുൻപേ ആ ഒരു രക്തത്തിൽ അതെ അതെ അതെ. ഇത്രയും വർഷങ്ങൾ ഇപ്പൊ ഒരു ഏകദേശം എന്താ നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന കുറെ നല്ല ഗാനങ്ങൾ തന്നിട്ടുള്ള ഒരു ഗായിക എന്ന നിലയിൽ ചിന്തിക്കുമ്പോൾ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു ഗാനം, എല്ലാവരും മനസ്സിൽ വിചാരിക്കുന്ന ഒരു ഗാനമുണ്ട്, എന്നാൽ അത് തന്നെയാണോ അതോ ഏതായിരിക്കും ആ ഒരു ഹൃദയത്തിൽ ഇപ്പോഴും എനിക്കത് എൻ്റെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗാനമാണ് എന്ന് തോന്നുന്ന ഒരു ഏതായിരിക്കും ഒരു ഗാനം? ഞാൻ പാടിയ എല്ലാ പാട്ടുകളും തന്നെ ഞാൻ വളരെ സ്നേഹത്തോടെ പാടിയ പാട്ടുകളാണ്. അതൊന്ന്. പിന്നെ ഈ വിക്ടോറിയ ഈ ഷോ ഈ മലയാളി ഡോക്ടേഴ്സ് ഓഫ് വിക്ടോറിയയുടെ ഈ ഷോ തന്നെ ചിന്ന ചിന്ന ആസൈ എന്നുള്ള ടൈറ്റിലാണ് തുടങ്ങുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പാട്ടും എൻ്റെ ലൈഫും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. എന്നെ ഇപ്പൊ ബിസ്മി പറഞ്ഞില്ലേ, എന്നെ മിൻമിനി എന്നൊരു ഗായികയെ തിരിച്ചറിഞ്ഞ ഒരു പാട്ട് എന്ന് പറയുന്നത് ചിന്ന ചിന്ന ആസൈ തന്നെയാണ്. അത് വേൾഡ് വൈഡ് പാതിര വൈകുന്നേരം കൂടുതലും മലയാളീസിന് ആണ് കൂടുതൽ അറിയുന്നത്. തമിഴ് ശ്രോതാക്കൾക്ക് അത്രയും അറിയോ എന്ന് എനിക്കറിയില്ല. കൂടുതലും എവിടെ ചെന്നാലും മലയാളീസ് കൂടുതൽ ചോദിക്കുന്നത് പാതിര വൈകുന്നേരമാണ്. അപ്പോ ഈ 2 പാട്ടും എനിക്കിഷ്ടമാണ്. ഞാൻ പാടിയ എല്ലാ പാട്ടും എനിക്കിഷ്ടമാണ്. പക്ഷെ എൻ്റെ ലൈഫിനെ കുറെ സ്വാധീനിച്ച, ലൈഫിൽ എന്നെ സ്വാധീനിച്ച പാട്ടുകളാണ് ഇത് 2. അതുകൊണ്ട് തന്നെ ഹൃദയത്തോട് ചേർന്നതാണോ ജീവിതത്തോട് ചേർന്നതാണോ എന്ന് ഞാൻ എങ്ങനെ പറയും? അത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താ വെച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തെയൊക്കെ മാറ്റിമറിച്ച അനുഭവങ്ങളായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇങ്ങനെ കൂട്ടി വെക്കുക എപ്പോഴും. കാരണം അതായിരിക്കും നമ്മുടെ ശക്തി, അതായിരിക്കും ഒരുപക്ഷെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ലക്ഷ്യം. അപ്പം എനിക്ക് തോന്നുന്നു ആ 2 പാട്ടിന്റെ ആരാധകരുടെ ഹൃദയത്തിലുള്ള ആ ഒരു ജീവൻ തന്നെയായിരിക്കും അല്ലേ? അതൊരു ബ്ലെസ്ഡ്, അതൊരു ആശീർവദിക്കപ്പെട്ട പാട്ടുകളാണ് എന്നാണ് എൻ്റെ വിശ്വാസം.
തീർച്ചയായിട്ടും നല്ല കലാകാരന്മാരുടെ കൂടെ ഇരുന്ന് ആ ഒരു എന്താ പറയാ പാടുമ്പോൾ തന്നെ ആ ഒരു വികാരം എന്താണോ വിചാരിക്കുന്ന ആ വരികളിലൂടെ ഈണത്തിലൂടെ എന്നുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗാനമായിരുന്നു അത്. ശരിക്കും ഇപ്പോഴും എപ്പോഴും ആളുകൾ ഇപ്പൊ എവിടെ ആര് പാടാൻ പറഞ്ഞാലും പാടുന്ന ഒരു വളരെ ഇപ്പോഴും ട്രെൻഡി ആയിട്ട് നടക്കുന്ന 2 പാട്ടുകളാണ് അത്. അങ്ങനെ അതില് അങ്ങനെ ആ 2 പാട്ടുകളിലൂടെയാണ് മിൻമിനിയെ ആളുകൾ കാണുന്നുണ്ടെങ്കിലും ഞാൻ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും ആ ഒരു എൻ്റെ ഒരു ഞാൻ അനുഭവിച്ചതിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നതാണ് കണക്റ്റിംഗ് ടു യുവർ കോറാണ് ഒരു ജീവിതത്തിൻ്റെ ഒരു വ്യത്യാസം, അല്ലെങ്കിൽ അത് തുടങ്ങാനായിട്ടുള്ള ഒരു കാരണം. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള കോറ് ഒരുപക്ഷെ അത് നമ്മുടെ ദൈവവിശ്വാസമായിരിക്കും, അല്ലെങ്കിൽ നമ്മിലുള്ള വിശ്വാസമായിരിക്കും. പക്ഷെ എനിക്ക് മിൻമിനിയിൽ ശരിക്കും കാണാൻ പറ്റുന്നത് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു ദൈവവിശ്വാസമുണ്ട്. എനിക്ക് എന്ത് വന്നാലും ജീവിതത്തിലാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ ജോലി മേഖലയിൽ, സംഗീത മേഖലയിൽ എന്ത് വന്നാലും ഞാൻ കണക്ട് ചെയ്യുന്ന എൻ്റെ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുകയും ഒപ്പം അത് തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന വളരെ ചുരുക്കം കലാകാരികളിൽ ഒരാളാണ് മിൻമിനി. അതാണ് എന്നെ ഏറ്റവും അധികമായിട്ട് സ്പർശിച്ചിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നത് വളരെ ശക്തമായ ഒരു വ്യക്തിത്വത്തിന്റെ അടയാളമാണത്. എന്ത് തോന്നുന്നു? സത്യമല്ലേ? ശക്തമായ വ്യക്തിത്വം എന്നതിലുപരി അതാണ് സത്യം. പിന്നെ അതിനപ്പുറം ഒന്നുമില്ല എനിക്ക്. എന്റെ ശ്വാസം പോലും എൻ്റെ ദൈവത്തിനുള്ള നന്ദിയാണ്. അത്രേ ഉള്ളൂ. പക്ഷെ പലർക്കും അത് തുറന്ന് പറയാനോ, ഒരു പക്ഷെ അവർക്ക് അത് അനുഭവിക്കുന്നുണ്ടെങ്കിലും പല കാരണങ്ങളാലും അത് മറച്ചു വെക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് അതിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിഞ്ഞത് അതാണ്. പല മേഖലകളിലൂടെ പോയിട്ടുണ്ടെങ്കിലും സംഗീതം ഒരുപക്ഷെ കുറെ നാളത്തേക്ക് തൊടുന്നില്ലെങ്കിലും ദൈവത്തെ തൊട്ടുകൊണ്ട് തന്നെ ഇരുന്നിരുന്ന ഒരു ജീവിതമായിട്ടാണ്. സംഗീതം ഞാൻ ഇന്നും തൊടുന്നുണ്ട്. എന്നും എൻ്റെ കൂടെ ഉണ്ട് സംഗീതം. എൻ്റെ വീട് മുഴുവനും സംഗീതമാണ്. അതെ, ഓക്കെ. എൻ്റെ ഹസ്ബൻഡ് മ്യൂസിഷ്യനാണ്. അതെ, അറിയാം. എൻ്റെ മകൻ മ്യൂസിഷ്യനാണ്. മോള് പാടും. പിന്നെ എൻ്റെ ചേച്ചിമാര്, എൻ്റെ സിസ്റ്റേഴ്സ് 3 പേരും നന്നായിട്ട് പാടും. ഞാൻ പാടുന്നില്ല എങ്കിലും എപ്പോഴും എൻ്റെ വീട്ടിൽ എൻ്റെ പാട്ടുകളും എൻ്റെ മക്കളുടെ പാട്ടുകളും എൻ്റെ ചേട്ടന്റെ കീബോർഡിന്റെ ശബ്ദവും ഇതൊക്കെ തന്നെയാണ് ഞാൻ കേട്ടോണ്ടിരിക്കുക. ആ ലോകത്തിലാണ് ഞാൻ സംഗീതത്തിൽ നിന്നും സിനിമയിൽ നിന്നും മാറി നിന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ സംഗീതത്തിൽ നിന്ന് ഞാൻ ഒരിക്കലും മാറിയിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെപ്പോഴും പറയല്ലോ സംഗീതം ദൈവമാണ്, അതിലാര് ദൈവാംശമുണ്ട്. സംഗീതം ഇവിടെ നമ്മളിവിടെ മ്യൂസിക് ഈസ് എ തെറാപ്പി. ആ ഒരു തെറാപ്പി തന്നെ ഒത്തിരി പേർക്ക് പുതിയ ജീവിതം നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മളത് സയന്റിഫിക് ആയിട്ടും കുറെ നമ്മൾ തെളിഞ്ഞു കഴിഞ്ഞതും അതിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കൂടിയാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു ഡോക്ടർമാരുടെ ഒരു ഗ്രൂപ്പ്. അപ്പൊ അവർക്ക് സയന്റിഫിക് ആയിട്ടും അറിയാം. ഒപ്പം തന്നെ പ്രത്യേകിച്ച് വിക്ടോറിയൻ മലയാളി ഡോക്ടേഴ്സിന്റെ അവരുടെ അസോസിയേഷൻ ഞാൻ മനസ്സിലാക്കിയതും ഞാൻ ഇടപെടുന്ന ഡോക്ടേഴ്സുമായിട്ട് കാണുന്നതിൽ എനിക്ക് മനസ്സിലായത് അവർക്ക് അവർ അനുഭവിച്ച ഒരു വളരെ വലിയ ഭാഗ്യമാണ് നാട്ടിലൊക്കെ ഡോക്ടറാവാന്ന് പറയുന്നതല്ലോ. അതും ഇപ്പം ഇവിടെ ഡോക്ടേഴ്സായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് നമ്മുടെയൊക്കെ തലമുറയിലുള്ളവരാണ്. അപ്പൊ ആ സമയത്ത് നാട്ടിലെ ഡോക്ടർ ആവുക എന്നുള്ളത് പലരുടെയും സ്വപ്നമാണ്, പലർക്കും അതൊരു ഭാഗ്യമാണ്. അപ്പൊ അവരിവിടെ വന്ന് അവരുടെ ജീവിതം പച്ചപ്പിടിച്ചു കഴിഞ്ഞു. അവർ മറ്റുള്ളവർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തിൽ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പുണ്യമാണ് ഇത്. കാരണം ഞാൻ വിശ്വസിക്കുന്നത് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പ്രതിരൂപം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ 10 വർഷം മുമ്പ് സെറിബ്രൽ അനറിസം വന്നിരുന്നു. അപ്പം അതിൽ ഡോക്ടേഴ്സ് നമ്മളോട് നേരിട്ട് പറഞ്ഞു ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലെന്ന് അറിയത്തില്ല, ട്രീറ്റ്മെന്റ് ചെയ്താൽ അത് വിജയകരമാകുമോ എന്ന് അറിയത്തില്ല, മേ ബി 4% 5% മാത്രമേ അതിന് വിജയം ഉണ്ടാകുള്ളൂ. പക്ഷെ ആ സമയത്ത് എൻ്റെ കുഞ്ഞുങ്ങൾ 15 മാസം ആയിട്ടുള്ള ട്വിൻസ് ആണ് എനിക്ക് ആയിരുന്നത്. അപ്പൊ എനിക്ക് ആ സമയത്ത് വേറെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു സർജറി ചെയ്യാതെ. അപ്പം ആ സർജറി കഴിഞ്ഞ് ഞാൻ തിരിച്ച് ആ ഡോക്ടറെ കാണുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ ദൈവത്തോട് പറയുന്നത് നീയായിട്ട് നൽകിയ ഒരു ദൈവപുരുഷനാണ് ഡോക്ടർമാർ. അതേ രീതിയിലുള്ള ഒരു ബഹുമാനത്തോടു കൂടിയാണ് ഞാൻ ഈ വിക്ടോറിയൻ മലയാളി ഡോക്ടേഴ്സ് അസോസിയേഷനെ നമ്മൾ കാണുന്നത്. അപ്പൊ അവർ ചെയ്യുന്ന ഒരു പുണ്യകർമ്മം എന്ന് നമുക്ക് എല്ലാവർക്കും ഉറക്കെ തന്നെ പറയാവുന്ന ഒരു
ഒരു സംരംഭമാണിത്. അതെ. ഇതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഡോക്ടേഴ്സ് ഗ്രൂപ്പ് വളരെ നല്ല ഒരു ദിവസം സമ്മാനിച്ചായിരുന്നു. സ്ത്രീകളുടെ ആരോഗ്യപരമായ കാര്യങ്ങളെ പറ്റി സംസാരിക്കാനും ബോധവൽക്കരിക്കാനും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ട് നടന്നൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സംരംഭത്തിൻ്റെ പിറകിൽ നമുക്കെല്ലാവർക്കും വളരെ വലിയൊരു പ്രത്യാശയുണ്ട്. കാരണം ഡോക്ടേഴ്സ് അസോസിയേഷൻ പുറത്തുവിടുന്ന അല്ലെങ്കിൽ നടത്തുന്ന സംഭവങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു കാരണം ഉണ്ട്. അതിനോടൊപ്പം തന്നെ അവർ നൽകുന്ന പ്രവർത്തനങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. സ്റ്റാൻഡേർഡ് ഒരു സീരിയസ്നെസ് ഉണ്ട്. അതെ. അപ്പോൾ നമ്മളെല്ലാവരും 22-ാം തീയതിക്ക് വേണ്ടിയിട്ട് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ എന്താണ് തോന്നുന്നത് മിനിമിക്ക്? കാരണം ഞാനിങ്ങനെ സിനിമയിൽ പാടി അല്ലെങ്കിൽ അവിടെ പല കാര്യങ്ങൾ ചെയ്തു, സംഗീത ലോകത്ത് പല കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇവിടുത്തെ മലയാളികളുടെ ഒരു ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു ഡിസ്കഷൻസ് ഒക്കെ തുടങ്ങിയപ്പോൾ എന്തായിരുന്നു ആ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തായിരുന്നു മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ? ഇത് സത്യത്തിൽ ഒരു സ്നേഹ കൂട്ടായ്മയിൽ നിന്നുണ്ടായ ഒരു ഡിസ്കഷനാണ് ഈ പ്രോഗ്രാമിനെ കുറിച്ച്. നാട്ടിൽ കഴിഞ്ഞ വർഷം പ്രിയ ചേച്ചിയും ശാന്തകുമാരേട്ടനും വന്നപ്പോൾ എന്നെ കാണാൻ വന്നു. അപ്പം ഞാൻ ഇപ്പം കൂടുതൽ വിവരിക്കുന്നില്ല. എനിക്കും എന്താ പറയുക, രോഗപീഠകളുടെ ഒരു കുത്തൊഴുക്കിലൂടെ ജീവിച്ചു വന്ന ആളാണ്. ശബ്ദത്തിന്റെ ബുദ്ധിമുട്ടല്ല അത്, അല്ലാതെ കുറെ ഇഷ്യൂസ്, എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിലൂടെയൊക്കെ കടന്നു വരുമ്പോഴും എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ വീട്ടുകാർ, എൻ്റെ മക്കള്, ഇവരെല്ലാം എനിക്ക് സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ചേച്ചിയും ചേട്ടനും എന്നെ വന്ന് കണ്ടു, സംസാരിച്ചു കഴിഞ്ഞപ്പം അവരാണ് എന്നോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു, ഇനി വരണം, ഓസ്ട്രേലിയയിൽ വരണം, ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഞാൻ ഇത്രയും സർജറീസ്, ഒരു 4 സർജറീസ് എനിക്ക് കഴിഞ്ഞു. അപ്പം ഇതൊക്കെ കഴിഞ്ഞിരുന്നിട്ടും അവർക്ക് എൻ്റെ മേലുള്ള ഒരു കോൺഫിഡൻസ് കണ്ടപ്പോൾ സത്യത്തിൽ ഞാൻ അതിശയിച്ചു. കാരണം ഇനി ഞാൻ പാടി അവർ കേട്ടിട്ടില്ല. ഞാൻ ഇത്രയും അസ്വസ്ഥതകൾ കഴിഞ്ഞിട്ട് അവര് എൻ്റെ പാട്ട് കേട്ടിട്ടില്ല. അപ്പൊ ഇവരെങ്ങനെയാണ് അത് അവിടെ ദൈവമല്ലേ പ്രവർത്തിച്ചത്? അതാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടോ അല്ലാതെ അവര് എന്താണ് അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. നമുക്ക് ചെയ്യാൻ ചേച്ചി എന്ന് ഞാൻ വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞു വിട്ടു. ഇത് പോസിബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് സമർപ്പിക്കുന്ന ആളാണ്. അപ്പൊ ഇതും ഞാൻ അങ്ങനെ കൊടുത്തു. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രിയ ചേച്ചിയും ശാന്തകുമാരേട്ടനും വീണ്ടും കോണ്ടാക്ട് ചെയ്തു. അവിടെ നിന്നാണ് ഈ പ്രോഗ്രാം ഡിസ്കഷൻ തുടങ്ങിയത്. അപ്പോഴാണ് അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കൂടുതലും എനിക്ക് സന്തോഷം തോന്നി. ഓസ്ട്രേലിയയിലെയും ഇന്ത്യയിലെയും ഈ ഓർഗനൈസേഷന് വേണ്ടി ഇങ്ങനെ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞപ്പോൾ, അതും ഇത്ര ചെറിയ എന്നെ കൊണ്ട് അത് സാധിപ്പിക്കാൻ അവരെടുക്കുന്ന ആ ഒരു എന്താ പറയാ, അതിനെ അവരെനിക്ക് തന്ന പ്രോത്സാഹനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. എനിക്ക് അവരുടെ രണ്ടുപേരുടെയും എനിക്ക് തോന്നുന്നു അവരിലൂടെ ആ ഒരു ഓസ്ട്രേലിയ ആഗ്രഹിക്കുന്ന ഒരു ഗായിക വന്നത് തന്നെയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഓസ്ട്രേലിയ. അതും പ്രിയ ചേച്ചിയും ശാന്തകുമാരേട്ടനും കാരണം, മലയാളി ഡോക്ടേഴ്സ് അസോസിയേഷൻ കാരണം ഇവിടെ വരാൻ സാധിച്ചത്. അത് ഇങ്ങനെയൊരു ഫണ്ട് റൈസർ പ്രോഗ്രാമിന് വേണ്ടി വരാൻ സാധിച്ചത്, ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതികളാണ് എന്ന് ചിന്തിക്കുന്നു, സന്തോഷിക്കുന്നു, നന്ദിയോടെ ഓർക്കുന്നു. നമുക്കറിയാം ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ച 2 വ്യക്തികൾ തന്നെയാണ് ഇന്ന് എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ എടുക്കാനും എന്നെ സഹായിക്കുന്നത്. അപ്പം അവരുടെ മഹാമനസ്കത, അതിന് പിറകിലുള്ള ആ പുണ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇനി നമ്മൾ 22-ാം തീയതി ഈ നല്ല ഗായകരിലൂടെ കുറേ നല്ല ഗാനങ്ങളായിട്ട് നമ്മൾ കേൾക്കാനായിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം ആ ഒരു വേദി നല്ലൊരു വേദിയാണ്. കാരണം ഇവിടെയൊക്കെ നമ്മൾ വില്യംസ് ടൗൺ ഹാളിൽ ഒരു പ്രോഗ്രാം കാണാനായിട്ട് നമ്മൾ സാധാരണ ഓണം പരിപാടികൾ നടത്തുന്ന ഒരു ഓഡിറ്റോറിയമാണ്
ഓഡിറ്റോറിയമാണ്. അപ്പം വളരെ നല്ല രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് നമ്മൾ ഈ പാട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പം ചെറുതായിട്ട് ഇപ്പം നമുക്കറിയാം ഒത്തിരി കാര്യങ്ങൾ നമ്മളൊരു സർപ്രൈസ് ആയിട്ട് തന്നെ പാട്ടിനെ പറ്റി നിർത്തണം. എന്നാലും എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ശനിയാഴ്ച എക്സ്പെക്ട് ചെയ്യാം? നിങ്ങൾ വാ, ഞങ്ങൾ എന്തായാലും നിങ്ങളെല്ലാവരും വാ. വരുന്നുണ്ട്. വന്ന് കാണുക. ഓക്കെ. അതൊരു സന്തോഷത്തിന്റെ ദിവസം ആയിരിക്കും എന്ന് വിശ്വാസമുണ്ട്. ഞാൻ മാത്രമല്ലല്ലോ, എൻ്റെ ഹസ്ബൻഡും ചെയ്യുന്നുണ്ട്, കീബോർഡ് പ്ലേ ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്. പിന്നെ ഞങ്ങളോടൊപ്പം ഈ ഓസ്ട്രേലിയയിലുള്ള ഒത്തിരി പ്രഗത്ഭരായ കലാകാരന്മാരും പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അതൊരു നല്ല പ്രോഗ്രാം ആയിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇത്ര നേരത്തെ വന്നത്, റിഹേഴ്സൽസ് ഒക്കെ ചെയ്ത് ഒരുങ്ങാൻ വേണ്ടി. അപ്പൊ ഇവിടുത്തെ മ്യൂസീഷ്യൻസും ആയിട്ടൊരു കോർഡിനേഷൻ വേണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് നേരത്തെ എത്തിയത്. നേരത്തെ വന്നത് വെതർ വൈസ് എങ്ങനെ തോന്നുന്നു? നമുക്ക് ഇപ്പൊ ഒരു തണുപ്പുണ്ട്. നാളെ കുറച്ചുകൂടെ മഴയാണ്. ഉച്ചയ്ക്കൊക്കെ എനിക്ക് തണുപ്പായിരുന്നു. അതെ, ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് നാളെ മഴയുണ്ട്. പക്ഷെ ഇന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും നല്ല വെതർ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ സൂര്യനെ കാണാന്ന് പറഞ്ഞാൽ മെൽബൺകാർക്ക് ലോട്ടറി അടിച്ച പോലെയാണ്. ശരി. അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ആ ഒരു കലയെ സ്നേഹിക്കുന്ന, പ്രത്യേകിച്ച് സംഗീതത്തെ സ്നേഹിക്കുന്ന കുറെ പേര് ഇവിടെ ഉണ്ട്. ഇപ്പൊ റെമി ടോമി വന്ന് ഓസ്ട്രേലിയയിൽ മുഴുവൻ ഒരു തരംഗം കഴിഞ്ഞു പോയെങ്കിലും മിൻമിനിയുടെ ഗാനം കേൾക്കാന്നുള്ളത് വേറൊരു ഒരു അനുഭവമായിട്ടാണ്. അയ്യോ, റിമി ടോമിയൊക്കെ എന്താ പറയാ, ഭയങ്കര പെർഫോമർ അല്ലേ. അതുപോലെ പെർഫോമൻസ് ഒന്നും പെർഫോമൻസ് അല്ല, നമ്മള് ഞാൻ വെറുതെ പാടുള്ളൂ. ഗാനത്തിന്റെ പാട്ട് നിങ്ങൾക്ക് സന്തോഷത്തോടെ കേൾക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പുണ്ട്. അതെ, തീർച്ചയായും. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ലിസ്റ്റ് ഓഫ് പാട്ടുകൾ മനസ്സിലുണ്ടോ? ചിന്ന എന്തായാലും പാടാതെ പറ്റത്തില്ല. നല്ല നല്ല പാട്ടുകളുണ്ട്. നല്ല പാട്ടുകൾ തീർച്ചയായിട്ടും. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകളെല്ലാം തന്നെ ഉണ്ട്. തമിഴുണ്ട്, മലയാളമുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഈ ഒരു പരിപാടി നമ്മൾ വീണ്ടും ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് എന്നായിരിക്കും ഇനി ഓസ്ട്രേലിയയിലോട്ട് വരാനായിട്ട്? നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ ഓടി വരും. സിനിമാ മേഖലയിലോട്ട് പോകുമ്പോഴേ ഇപ്പൊ നമ്മള് സിനിമാ മേഖലയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അതോ ഉണ്ട്. ഇപ്പം ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഇപ്പം അടുത്തടുത്ത് എബ്രിഡ് ഷൈൻ ഡയറക്ടറുടെ ഒരു പടത്തിൽ പാടി. മധു ബാലകൃഷ്ണനും ഞാനും കൂടി ഒരു പാട്ട്. പിന്നെ അതിനുശേഷം ഒരു പടം റിലീസായി, നൈറ്റ് റൈഡേഴ്സ്. അതിൽ എൻ്റെ മോനും പാടിയിട്ടുണ്ട്. എൻ്റെ മോൻ ആ പടത്തിന്റെ RR ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് മമ്മിയും മോനും ഒന്നിച്ചൊരു സിനിമയിൽ വന്നതാണ് നൈറ്റ് റൈഡേഴ്സ്. പിന്നെ അതിൽ ഞാനൊരു സോളോ സോങ് പാടിയിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോ ഒരെണ്ണം December 5 എന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത്. ഡേറ്റ് മാറുമോന്നറിയില്ല. പൊങ്കാല എന്ന് പറഞ്ഞൊരു മൂവി, ശ്രീനാഥ് ഭാസിയുടെ. രഞ്ജിൻ രാജാണ് അതിന്റെ മ്യൂസിക് ഡയറക്ടർ. നൈറ്റ് റൈഡേഴ്സിന്റെ നേഹ യാക്സൺ ആണ് മ്യൂസിക്. അങ്ങനെ 3 പടങ്ങൾ ഇപ്പൊ ചെയ്യുന്നു. എങ്ങനെ തോന്നുന്നു പണ്ടത്തെ ആ ഒരു സിനിമാ ലോകവും ഇപ്പോഴത്തെ AI-യും അല്ലെങ്കിൽ ടെക്നോളജി എല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ആ എഫേർട്ട് സെയിം ലെവലിലാണോ അതോ വേറൊരു ഫീല് തോന്നുന്നുണ്ടോ? എനിക്ക് മറിച്ചൊന്നും തോന്നുന്നില്ല. പാട്ടുകാരെപ്പോഴും പാടി തന്നെ വിജയിക്കണം. പാട്ട് പാടി തന്നെ കേൾപ്പിക്കണ്ടേ. അതിന് ശേഷമാണല്ലോ അവര് പുതിയ പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഇന്നും നമ്മൾ പാടി തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം ഇവിടെ പിന്നെ കുറച്ച് ടെക്നോളജി വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം അന്നൊക്കെ ഒരു പാട്ട് ഒരു പ്രാവശ്യം പാടി അത് തീരുന്നവരെ നമ്മൾ പാടി തീർക്കണം. അങ്ങനെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടം. ഇപ്പൊ ചിലപ്പോ വിത്ത് ഓർക്കസ്ട്ര, ഒത്തിരി ഓർക്കസ്ട്ര വെച്ച് ഞാൻ ഒരുപാട് പാതിരവൈകുന്നേരമൊക്കെ അങ്ങനെയാണ് റെക്കോർഡ് ചെയ്തത്. ഒത്തിരി പാട്ടുകൾ, രാജസാറിന്റെ ഒരുപാട് പാട്ടുകൾ വിത്ത് ഓർക്കസ്ട്ര, അത് 100-150 ഓർക്കസ്ട്ര ഉണ്ടാവും. അങ്ങനെ വലിയൊരു സ്റ്റുഡിയോയില് ലൈവ് റെക്കോർഡിംഗ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ ഓർക്കസ്ട്ര എല്ലാം എടുത്തതിന് ശേഷം ആണ് പാട്ടുകാർ ചെന്ന് പാട്ട് പാടുക. അപ്പൊ ആ സമയത്ത് 4 വരി പാടി
റെക്കോർഡ് ചെയ്യാം, വേണമെങ്കിൽ ഒരു വരി എടുക്കാം, ഉം. ചിലപ്പോൾ ഒരു വേർഡ് എടുക്കാം. അങ്ങനത്തെ ഒരു ടെക്നോളജിയാണ് ഇപ്പോൾ. ഉം, ഉം. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സൗകര്യങ്ങളുണ്ട്. പക്ഷെ എനിക്കെപ്പോഴും ഒന്നിച്ച് പാടിയെടുക്കുന്നതാണ് ഉം, ഉം. ആ, സന്തോഷം. അത് കുറച്ചും കൂടെ ആ ഒരു ഫീല് ആ കിട്ടാനും. ഫീല് വരണമെങ്കിൽ അങ്ങനെ ആ ഒരു ഫ്ലോയിൽ തന്നെ ഉം. പാടണം ഉം. എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. അത് ഓരോ ഗായകർക്ക് അതെ, അതെ. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഓരോ രീതികളാണ്. രീതിയിലാണ്. ഇപ്പം പലരും പല രീതിയിൽ പാടുന്നു, അതെ, ഇപ്പം അതെ. മിക്സപ്പ് ഒക്കെ ചെയ്യുന്നു. ഏതൊക്കെ ഭാഷയിൽ ഇതുവരെ സിനിമയിൽ പാടിയിട്ടുണ്ട്? സിനിമയോ? ഉം. സിനിമ 7 ലാംഗ്വേജസ്. 7 ലാംഗ്വേജസ്. മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ബഡുഗ, ഒറിയ, ഹിന്ദി. അങ്ങനെയല്ല, പല ഭാഷകളിലും നമ്മളിപ്പോൾ അറിയാലോ, എല്ലാവരും പല ഭാഷയിൽ പാടുന്നുണ്ട്, ട്രാൻസ്ലേഷൻസ് വരുന്നുണ്ട്, കുറേ പേർക്ക് അത് ഈസി ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ ആ ഒരു ഭാഷ അറിഞ്ഞ് അതിന്റെ അർത്ഥം അറിഞ്ഞ് പാടുമ്പോൾ കുറച്ചും കൂടെ അത് ആ ഒരു ഹൃദയത്തിനോട് നല്ലൊരു അടുപ്പം അന്ന് തോന്നുന്നല്ലേ? അധികം അർത്ഥമൊന്നും അറിഞ്ഞല്ല പാടിയിട്ടുള്ളത്. മലയാളം, തമിഴൊക്കെ നമ്മൾ കുറെയൊക്കെ നന്നായിട്ട് മനസ്സിലാവും. ഓക്കെ, പക്ഷെ ഓക്കെ. തെലുങ്ക് അങ്ങനെ അത്ര വേർഡ്സ് എനിക്ക് അത്രയും ഫെമിലിയർ അറിയത്തില്ല. അല്ലല്ലോ നമുക്ക്. അവര് അർത്ഥം പറഞ്ഞു പക്ഷെ പറഞ്ഞു തരും. തരും. ഓക്കെ. അപ്പൊ അങ്ങനെ അറിഞ്ഞ് പാടിയിട്ടുണ്ടെന്നല്ലാതെ ആ ഭാഷ അന്ന് ശരിക്കും ഭാഷ മനസ്സിലാക്കിയല്ല ഓക്കെ. പാടിയിട്ടുള്ളത്. കറക്ഷൻസ് ഒക്കെ ചെയ്ത് ചെയ്ത്. പല പ്രാവശ്യം റിഹേഴ്സൽ ചെയ്യും ഉം, ഉം. ടേക്ക് എടുക്കുന്നതിന്. ആ, അപ്പൊ അതില് നമ്മുടെ കറക്ഷൻസ് എല്ലാം മലയാളത്തിൽ എഴുതിയെടുക്കും. തരും. ആ, ഓക്കെ. ഞാൻ എഴുതിയെടുക്കും അവര് മലയാളത്തിൽ. ആ, പറയുന്നത്. ഓക്കെ. അങ്ങനെ കറക്റ്റ് ചെയ്ത് ടേക്ക് എടുക്കും. ഓക്കെ. അതൊരു ഒരു വളരെ ഒരു വലിയൊരു സ്കില്ലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ഇവിടെ മലയാളികൾ ഇവിടെ വരുമ്പോൾ ആദ്യമേ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അവരുടെ ആക്സെന്റ് പറ്റുന്നില്ല എന്നുള്ളത് ഇവിടെ വലിയൊരു പ്രശ്നമാണ്. അത് മാറ്റിയെടുക്കാൻ നമ്മൾ കഷ്ടപ്പെടുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഇത്രയും ഭാഷകളിൽ ഓരോ ആക്സെന്റിനും ഓരോ മീനിങ് ആയിരിക്കുമല്ലോ. ഇപ്പം തെലുഗു, കന്നഡ, അത് നമ്മൾ പറയുമ്പോഴും ഒപ്പം പാടുമ്പോഴാണെങ്കിലും നീട്ടിയും കുറുക്കിയും ഒക്കെ ചെയ്യുമ്പോഴും അപ്പൊ അത് പിടിച്ചെടുത്ത് അത് അത് തന്നെ നമ്മളിലൂടെ അത് റിപ്പീറ്റ് ചെയ്യണല്ലോ. അതെ, അത് ആ മ്യൂസിക് ഡയറക്ടറുടെ ഒരു കഴിവാണ്. അത് ഭംഗിയായിട്ട് നമ്മളെ കൊണ്ട് പ്രസന്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ കൂടി ഒരു ക്രെഡിറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു വളരെ എന്താ പറയാ, കുറെ സാഹിത്യ ലോകത്ത്, സംഗീത ലോകത്തും സിനിമാ ലോകത്തും കുറെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. ഇവിടെ ഇവിടെയുള്ള കുട്ടികൾക്ക് ഇപ്പം മിൻമിനിയുടെ അടുത്ത് നിന്ന് സംഗീതം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് എന്തെങ്കിലും വഴികളുണ്ടാകുമോ? എനിക്ക് ഓൺ സ്കൂൾ ഉണ്ട്, മ്യൂസിക് അക്കാഡമി ഉണ്ട്, കാക്കനാടാണ്. ഇപ്പൊ 2 സ്കൂളായി. ഇപ്പൊ ഒന്ന് എൻ്റെ വീടിന്റെ മേലെ കഴിഞ്ഞ ഒക്ടോബർ 2 നമ്മൾ അവിടെ തുടങ്ങി. അങ്ങനെ സ്കൂൾ നന്നായിട്ട് പോകുന്നു. ട്രിനിറ്റി സിലബസ് ആണ് നമ്മൾ അവിടെ പഠിപ്പിക്കുന്നത്. കുറേ സ്റ്റുഡൻസ് ഉണ്ട്. നമ്മൾ കോവിഡിന് മുൻപ് വരെ മോർ ദാൻ 2000 സ്റ്റുഡൻസ് അവിടെ പഠിച്ചു പോയിട്ടുണ്ട്. 2009 നമ്മൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം കോവിഡിന് ശേഷം അത്രയും സ്റ്റുഡൻസ് ഇല്ല എങ്കിലും നല്ല സ്ട്രെങ്ത് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ എവറി മന്ത് ഇങ്ങനെ ഓൺലൈൻ എക്സാംസ് നടക്കുന്നുണ്ട്. നമുക്ക് അവിടെ എല്ലാ ഇൻസ്ട്രുമെന്റ്സും, പിയാനോ, കീബോർഡ്, ഗിറ്റാർ, വയലിൻ, ഡ്രംസ്, തബ്ല, വോക്കൽ, വെസ്റ്റേൺ ഉണ്ട്, ഈസ്റ്റേൺ ഉണ്ട്, ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ് ഉണ്ട്, അങ്ങനെ എല്ലാം, ഡ്രോയിങ് ആൻഡ് പെയിന്റിങ് എല്ലാം ഉണ്ട്. അങ്ങനെ അപ്പൊ നമുക്ക് ഓൺലൈനിൽ പഠിക്കാം. ഓക്കെ. അപ്പം നമ്മൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും നമ്മുടെ വീഡിയോന്റെ അടിയിൽ കൊടുക്കുന്നുണ്ടാകും. ഇവിടെ നിന്ന് എല്ലാവരും കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് വളരെയധികം ആഗ്രഹമുള്ളതാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ആവുമ്പോൾ നമ്മളിങ്ങനെ കൊണ്ടുവന്നാക്കുക ആ ഒരു ഡ്രൈവിങ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. പിന്നെ സമയ വ്യത്യാസം ഉള്ളപ്പോൾ പല സമയത്ത് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പം എല്ലാവരും, എനിക്ക് തോന്നുന്ന ഒരു 99% ആളുകളും ഈ പറയണ ഇൻസ്ട്രുമെന്റ്സും അല്ലെങ്കിൽ വോക്കലും ഓൺലൈനായിട്ടാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് തന്നെ ഇവിടുന്ന് ഉണ്ട് സ്റ്റുഡൻസ് ഉണ്ട്. ന്യൂസിലാൻഡിൽ നിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ ഉണ്ട് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് ജോയ്സ് അക്കാഡമി ഓഫ് പെർഫോമിംഗ് ആർട്സ് എന്നാണ് നമ്മുടെ സ്കൂളിന്റെ പേര്. എൻ്റെ ഹസ്ബൻഡിന്റെ പേരാണ് ജോയ് മാത്യു. അതാണ് ജോയ്സ്. അത് ആ രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റിയിട്ട് ഇവിടെ ചിലപ്പോൾ ഒരുപക്ഷെ ആദ്യമായിട്ട് അറിയുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് അതൊരു പ്രചോദനമാണ്. കാരണം
കുറേ കൂടെ നമ്മൾ എത്തിക്കലി അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള വഴിയിലൂടെ കലയെ കാണുന്നവരെയാണ് ഈ ഒരു എയുടെ കാലഘട്ടത്തിൽ ആൾക്കാർ നോക്കുന്നത്. കാരണം ഇപ്പം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റിന്റെ ഒരു മഹാസമുദ്രമാണ്. അതിൽ സത്യസന്ധതയ്ക്ക് എവിടെയാണ് വിലയുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ നേരിട്ട് അന്വേഷിച്ച് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ കിട്ടാനായിട്ട് ആളുകൾ നോക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ അതുകൊണ്ട് എന്തായാലും അത് നല്ലൊരു പ്രസ്ഥാനമാണ്. കാരണം ഞങ്ങളെ പോലുള്ളവർക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാനും ഒക്കെ ശരിക്കും നല്ലതായിരിക്കും. നമ്മൾ ഈ ഒരു മലയാള ജാലകം എന്ന് പറഞ്ഞ ഈ ഒരു റേഡിയോ ചാനൽ ഏകദേശം 14 വർഷം, ഇത് 15ാമത്തെ വർഷത്തിൽ നമ്മൾ വളണ്ടിയേഴ്സ് ആയിട്ട് മലയാളികൾ കൊണ്ട് നടക്കുന്നതാണ്. മലയാളത്തെ സ്നേഹിക്കുന്നതും നന്മയെ സ്നേഹിക്കുന്നവരുമായിട്ടുള്ള ആളുകളാണ് ഇതിന്റെ ശ്രോതാക്കളും ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരും. അപ്പം ഞാൻ ചോദിക്കാൻ വരുന്നത്, നമുക്കറിയാം ഒരു നന്മ കൂടെ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് നമ്മളുടെ ജീവിതത്തിൽ ജീവിതം എപ്പോഴും ഒരു തുടർക്കഥ പോലെ അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ കുന്നും മലയും അങ്ങനെയുള്ള ഒരു പോകുമ്പോൾ അതിൽ ആ ഒരു നന്മ എന്നുള്ള ഒരു അംശത്തെ കൊണ്ട് നടക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കപ്പിനെ നമ്മൾ ഫുള്ളാക്കണം നന്മയാക്കിയിട്ട്. എങ്കിൽ മാത്രമാണല്ലോ നമുക്ക് മറ്റുള്ളവർക്ക് ആ ഒരു നന്മ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. മിൻമിനി എന്ന ഒരു വ്യക്തിയുടെ ജീവിതം നോക്കുമ്പോൾ എന്താണ് ആ ഒരു നന്മയെ കൂടെ കൊണ്ട് നടക്കാനായിട്ട് ഉള്ള ശക്തി കിട്ടിയത്? എങ്ങനെയാണ് ആ ഒരു നന്മയെ കൂടെ കൊണ്ട് നടക്കുന്നത്? നന്മയെ കൂടെ കൊണ്ട് നടക്കുകയാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ചുറ്റുമുള്ളത് നന്മയാണ്. ഞാൻ നന്മയുടെ ഉള്ളിലാണ് ജീവിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് എന്താ പറയാ, സാധാരണ ഉള്ള വീടുകളിലെ പോലെ മറ്റുള്ളവരെ കുറിച്ചുള്ള ഡിസ്കഷൻസ് വളരെ കുറവാണ്. നല്ല കാര്യങ്ങൾ പറയും, പക്ഷെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ ആ സംസാരം അവോയ്ഡ് ചെയ്യും. അങ്ങനെ ഒരു പ്രാക്ടീസ് നമ്മുടെ വീട്ടിലുണ്ട്. അത് ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കൂടുതലും നെഗറ്റീവ്സ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് പറയാതിരിക്കുക എന്നുള്ളൊരു പ്രാക്ടീസ് എല്ലാ മനുഷ്യർക്കും നല്ലതാണ്. എനിക്ക് തോന്നുന്നു അതൊരു വളരെ വലിയ ഒരു സന്ദേശമാണ്. ഒപ്പം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. നമുക്കത് തോന്നുന്നതാണ്. നമ്മൾ കൂടുതൽ ഒരാളെ ക്രിട്ടിസൈസ് ചെയ്ത് ആ കുറ്റങ്ങളിലേക്ക് നോക്കാതെ, എത്ര കുറ്റമുള്ള ആളാണെങ്കിലും എന്തെങ്കിലും ഒരു പ്ലസ് ഇല്ലാതിരിക്കില്ല. അപ്പൊ നമ്മൾ ആ പ്ലസിലേക്ക് നോക്കിയാൽ മതി. അതാണ് ഈ നെഗറ്റീവ് മറക്കും. അതൊന്ന്. പിന്നെ നന്മ കൂടെ കൊണ്ട് നടക്കുന്നു എന്നുള്ളത് സിമ്പിളാണ്. നന്മ കൂടെ കൊണ്ട് നടക്കണമെന്നും അല്ല അത്. എല്ലാ കാര്യങ്ങളും ഇപ്പൊ എന്ത് ഡിഫിക്കൽട്ടീസ് നമ്മുടെ ലൈഫിൽ വന്നാലും എല്ലാം എനിക്ക് ഇത് നന്മയാക്കി തരുന്ന ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ് എന്നെ ഇപ്പൊ ഇവിടെ ഇങ്ങനെ എത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ദൈവവചനമാണ്. അതെ, ആണ്. എന്ത് നിന്റെ ദൈവം നിനക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കും. അതാണ്. അത് വിശ്വസിച്ചാൽ മതി. അല്ലാതെ നമ്മുടെ മഹിമയോ നമ്മുടെ മഹത്വം ഒന്നും അല്ല. എല്ലാം ദൈവം നല്ലതിനായിട്ട് തരും. നമ്മളെ ഒരിക്കലും നാശത്തിലേക്ക് നയിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. എനിക്കെപ്പോഴും പ്രത്യാശ തരുന്നതും എന്നെ ജീവിപ്പിക്കുന്നതും ആ വചനങ്ങളാണ്. അത് വളരെ പവർഫുൾ ആയിട്ടുള്ള വചനങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ജീവിതത്തിൽ ആരും ഇല്ലാണ്ട് വരുമ്പോൾ ആണ് നമുക്ക് അതിൻ്റെയൊക്കെ വിലയും അല്ലെങ്കിൽ ആ ഒരു ശക്തി നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ മെൽബണിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിൻ്റെ ഒരു വില അറിയേണ്ട ഒരു സമയമാണ്. കാരണം നമ്മൾ പുറമേ നിന്ന് നോക്കും, കാരണം എന്താ വെച്ചാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ജീവിതമാണ്. നമ്മൾ ഏറ്റവും നല്ലൊരു കൺട്രിയാണ് ഓസ്ട്രേലിയ. മാത്രമല്ല മെൽബണിൽ ഇപ്പോൾ നമ്മൾ ആ ഒരു ആവറേജിൽ മേലെയുള്ള ഒരു ജീവിതശൈലി തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. ഇപ്പോൾ സാമ്പത്തികപരമായിട്ട് നോക്കുവാണെങ്കിലും എല്ലാവരും ഒരുവിധം നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു സാമ്പത്തിക ഭദ്രത ഉള്ള ഒരു രാജ്യമാണ്. പക്ഷെ നമ്മൾ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാവർക്കും സമാധാനം ഉണ്ടോ എന്നുള്ളത് 100% നമുക്ക് ഉറക്കെ പറയാം. ഒരു 50% ആളുകൾ സമാധാനമില്ലാതെ ജീവിക്കുന്ന കുടുംബങ്ങളാണെന്ന്. പലപ്പോഴും നമ്മളുടെ ഇവിടുത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഇപ്പോൾ ഫാമിലി വയലൻസ് ഒരു ഭാഗത്തുണ്ടെങ്കിലും അതോടൊപ്പം ഏറ്റവും അധികം
വിഷമം അനുഭവിക്കുന്നത് ഇപ്പോൾ ടീനേജ് പ്രായമുള്ള കുഞ്ഞുങ്ങളുള്ള കുടുംബങ്ങളാണ്. അപ്പം നമുക്ക് ജോലി കിട്ടാന്നുള്ളത് ഒരു വിഷമം നമ്മൾ വരുന്ന സമയത്തുള്ളതാണ്. പക്ഷെ നമ്മളൊന്ന് സെറ്റിലായി കഴിയുമ്പോഴുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് നമ്മുടെ ടീനേജ് കുഞ്ഞുങ്ങൾ അവരെങ്ങനെ അവരുടെ ജീവിതം കാണും, അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി അവരെങ്ങനെ കണക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച